വരീഹു തഅബസു ബിൽ ഖുസൂനി വഖദ് ജറ ദഹബുൽ അസീലി അലാ ലുജൈനിൽ മാഇ എന്ന് പറഞ്ഞിട്ടൊരു ബൈത്തുണ്ട്. അതിൽ ദഹബുൽ അസീൽ മാതിരി അതേമാതിരി എന്താണ് ഒരു ഇസ്തിആറത്താണ്. അവിടെ പറയുന്നത് എന്ത്, ദഹബുൽ അസീലി എന്നുള്ളിടത്ത് ഇസ്തിആറ മുസറഹയാണ്. ദഹബ് അതായത് അസീൽ പറഞ്ഞാൽ നമ്മളെ പ്രദോഷം, വൈകുന്നേര സമയം, ആ സമയത്തുള്ള കിരണങ്ങൾ, സൂര്യന്റെ കിരണങ്ങൾ എന്തേക്കാരം, സൂര്യൻ ഈ ഇതിന്റെ കളറേക്കാരം, എന്തിന്റെ, സ്വർണത്തിന്റെ. അപ്പൊ ആ സാധനത്തിനെ ദഹബിനോട് സാദൃശ്യപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അസീലിലേക്ക് ഇളാഫത്ത് ചെയ്യുന്നുണ്ട്. അതായത് ആ വൈകുന്നേര സമയത്തുള്ള ആ സൂര്യന്റെ കിരണങ്ങൾ, ആ കിരണങ്ങൾ എന്ത് ചെയ്ത് ദഹബിനോട് സാദൃശ്യപ്പെടുത്തി. അതേമാതിരി തന്നെ ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഐനാദിനൊരു തലഹുബ് ഉണ്ടാവും, ഒരു മാനവിയായ തലഹുബ് ഉണ്ടാവും, ഒരു കത്തലുണ്ടാവും, നമ്മുടെ ഉള്ളിലൊരു ദേഷ്യമായൊരു സാധനം ഉണ്ടാവും. അതിനെന്തിനോട് സാദൃശ്യപ്പെടുത്തി, നാറിനോട് സാദൃശ്യപ്പെടുത്തി. രണ്ടിലൊരു ജാമ്യം ഉണ്ടാവും, അജൂഷബ് ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്ത് അതിലേക്ക് ഇളാഫത്ത് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്ത് നാറു ഐനാദിൻ. എന്നിട്ട് അതിന്റെ മുറഷഹയും കൂടിയാണ് ഏത്, ദക്ക എന്ന് പറയുന്നത്. നാറ്, കത്തണ സാധനം ഏതാ, നാറാണ്. അപ്പൊ നാറിന്റെ മുലായിമാണ് ഏത്, ദക്ക എന്ന് പറയുന്നത്. അപ്പൊ വലാ ദക്കത്ത് എന്ത് ചെയ്തിട്ടില്ല, ആളിയിട്ടില്ല. ദക്കത്ത് എന്ന് പറയാൻ കാരണം നാറ് മുഅന്നസാണ്, മജാസിയ മുഅന്നസാണ്. അപ്പൊ വലാ ദക്കത്ത് എന്ത് ചെയ്തിട്ടില്ല, ആളിയിട്ടില്ല. നാറു ഐനാദിൻ, മാത്സര്യത്തിന്റെ തീ എന്ത് ചെയ്തിട്ടില്ല, ആളിയിട്ടില്ല. അവിടെയും ഫീഹി കളയപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ വലാ ദക്കത്ത് ഫീഹി, ആ നാദിയില്, ആ ക്ലബിൽ എന്ത് ചെയ്തിട്ടില്ല, ആളിയിട്ടില്ല. നാറു ഐനാദിൻ, മാത്സര്യത്തിന്റെ തീ എന്ത് ചെയ്തിട്ടില്ല, ആളിയിട്ടില്ല എന്നാ പറഞ്ഞത്.